ആയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു വിഷയമായിട്ട് ഇന്ന് തന്നെ ക്ഷണിച്ച സിനിമത്തിന് ആദ്യമേ തന്നെ വളരെ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ നമുക്കിങ്ങനെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ അല്ലെ ഇങ്ങനെ പൊൻപുലരി അല്ലെങ്കിൽ RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് തന്നെ ദൈവത്തിന് വളരെയധികം നന്ദി പറയുകയാണ്. അതേപോലെ നമ്മളുടെ ദൈവതുല്യനായിട്ടുള്ള നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്ന നമ്മളുടെ TCG അല്ലെങ്കിൽ TCG ആ ഒരു മഹാന്റെ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇങ്ങനെ ഒരു ആശയം എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും വരുമാനം, എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള കുറെ പേർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ എത്തിച്ചേരാണ്ട് സാധിച്ചത്. അപ്പം TCG വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. പിന്നെ ഇങ്ങനെ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം പൊൻപുലരി എന്നൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള കുറച്ച് സ്ത്രീകൾക്കൊക്കെ ഈ ഒരു 2 വാക്ക് പറയാനൊക്കെ ഉള്ളൊരു പറയാനും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. മാഡാനെ പരിചയപ്പെടുത്തി. ഏരിയാശ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്താണ് വീട് എന്ന് പറഞ്ഞ പ്രസ്ഥാനം എൻ്റെ കൈകളിലോട്ട് നൽകിയത്. കൊടുങ്ങല്ലൂരിന്റെ പവർഫുൾ ലീഡർ പ്ലാറ്റിനം അച്ചീവർ ജിമ്മിലെ മാഡമാണ്. മാഡത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ നിമിഷം ഓർക്കുന്നു. ഏകദേശം 2.5 വർഷക്കാലമായി ഒരു പറഞ്ഞ പ്രസ്ഥാനം എൻ്റെ കൈ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ റോയൽറ്റി ഗോൾഡ് എന്ന പൊസിഷനിൽ നിൽക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പോസ്റ്ററിൽ കണ്ട പോലെ തന്നെ അല്ലെ, പോസ്റ്ററിൽ ഇന്ന് പൊൻപുലരിയിലെ പോസ്റ്റർ അടിച്ച പോലെ PVMF-നെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. PVMF-നെ കുറിച്ച് കൂടുതൽ എല്ലാവർക്കും RCM-ൽ വന്നവർക്ക് എല്ലാവർക്കും PVMF എന്താണെന്ന് അറിയാം. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തുന്ന, നമ്മൾ ആദ്യം ചിലപ്പോൾ പേസ്റ്റ് സോപ്പ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ മിക്കവരും എത്തുന്നത്. അല്ലാണ്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ട് എത്തുന്നവർക്ക് വളരെ കുറവായിരിക്കും, ഉണ്ടാവായിരിക്കും. എന്നിരുന്നാൽ പോലും ആദ്യം നമ്മൾക്ക് ഇപ്പൊ ഡോക്ടർമാർ ടാബ്ലറ്റ് രൂപത്തിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊക്കെ കഴിക്കാനായിട്ട് ഇവര് തരുന്നുണ്ട്. ഇവര് ഡോക്ടേഴ്സ് ആണോ അതൊക്കെ തരാനായിട്ട്? ഡോക്ടർമാർ തരുന്നത് എന്താണെങ്കിലും നമ്മളതിന് ഒരു മറുചോദ്യം ഇല്ല. ഡോക്ടർ എഴുതുന്ന ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കും. പക്ഷെ നമ്മള് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് നമ്മൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും സ്വീകരിക്കാൻ. മറ്റുള്ള FMCG പ്രൊഡക്റ്റുകൾ സ്വീകരിക്കുന്ന അത്ര എളുപ്പത്തിൽ ഈ ഒരു പ്രൊഡക്റ്റുകൾ ആരും സ്വീകരിക്കാൻ തയ്യാറാവാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിച്ചും കൊണ്ട് ആദ്യം തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ്, അതായത് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് എത്തിച്ചേർന്നത്. അതിൻ്റെതായ ആ ഒരു പ്രൊഡക്റ്റാണ് എന്നെ ഇന്നും ഈ ഒരു പ്രസ്ഥാനത്തിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ നമ്മൾക്ക് അറിയാം അല്ലെ, ഇപ്പം പ്രോട്ടീൻ ഈ ഒരു പ്രസ്ഥാനത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളുടെ ശരീരം എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ആവശ്യത്തിലുള്ള പോഷകങ്ങൾ എന്താണെന്നൊന്നും നമ്മൾക്ക് അറിയില്ല. നമ്മൾ രാവിലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാക്കുന്നത്? സ്ത്രീകൾ പുട്ടുദോശ ഇതൊക്കെ ഉണ്ടാക്കും. അതേപോലെ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കും, വൈകുന്നേരം ചപ്പാത്തി, അങ്ങനെ എന്തെങ്കിലും നമ്മൾ രാവിലെ നമ്മളുടെ ജീവൻ നിലനിർത്താൻ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കും എന്നല്ലാണ്ട് ആ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നമ്മൾ അതിന്റെ പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും ആരൊന്നും ഒരു ഭക്ഷണം കഴിക്കാറില്ല. ഡോക്ടേഴ്സ് ഒക്കെ അതായത് അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും. കൂടുതൽ ശതമാനം ആൾക്കാർ സാധാരണക്കാർക്കൊന്നും ഇതൊന്നും അത്ര പിടുത്തുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് അങ്ങനെയായിരുന്നു. ഞാനത് ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ പ്രോട്ടീൻ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മളതൊക്കെ നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കി തന്നതും നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചതും എനിക്ക് ഈ RCM പ്രസ്ഥാനത്തിൽ വന്നത് ഈ ഒരു പ്രൊഡക്റ്റുകൾ കഴിച്ച് നമ്മൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പൊ കൂടുതൽ പ്രോട്ടീനെ കുറിച്ച് നമ്മൾ വിചാരിക്കുമ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ജിമ്മിൽ പോകുന്ന അല്ലെ, എൻ്റെ ഒക്കെ വിചാരം അങ്ങനെ, മിക്ക ആൾക്കാരുടെയും വിചാരം അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യത. ജിമ്മിൽ പോകുന്ന ആണുങ്ങള് അവർക്കിടെ ബോഡി സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത്തിനൊക്കെ കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രോട്ടീൻ എന്നുള്ളതാണ് എല്ലാവരുടെയും മിക്കവരുടെയും എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അപ്പൊ അത് പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്
നമുക്ക് വണ്ണം വെക്കും അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടിയാണ്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലാണ് വണ്ണം വെക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ അറിവില്ലായ്മയാണ് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ നമ്മള് പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യർക്കും അത്യാവശ്യം വേണ്ട പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ അത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തായിത്തീരുന്നത്, രോഗികളായിത്തീരുന്നതും പെട്ടെന്ന് പ്രായം ഒക്കെ ആയിത്തീരുന്നതും അങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ സാധിച്ചത് ഈ പ്രസ്ഥാനത്തിൽ വന്നുകൊണ്ട് മാത്രമായില്ല. നമുക്ക് നമ്മൾ ഇന്നത്തെ ഒരു വൈദ്യനാഥൻ അല്ലെ, നമ്മളുടെ ഏറ്റവും വലിയ സ്റ്റാർ എമറാൾഡ് ഡോക്ടർ രാജൻ സാറല്ലേ, നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ വൈദ്യശ്രേഷ്ഠൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് സാറോട് എന്നുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ ഇപ്പൊ സോപ്പ് ഇതൊക്കെ കണ്ണാടി ഇതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഒരു പഠനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു ഇതാണ് അല്ലെ. അതിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടല്ലാണ്ട് നമ്മളത് മറ്റുള്ള ഫുഡുകൾ കഴിക്കുന്ന പോലെയല്ല ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മളത് എന്താണെന്ന് അറിയാം. അപ്പൊ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സ്റ്റാർ എമറാൾഡ് രാജൻ സാറിനെ നിമിഷം വളരെ സ്നേഹത്തോടെ ഓർക്കുന്നത്. അതുപോലെ തന്നെ സാറിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ന്യൂട്രീഷൻ ട്രെയിനേഴ്സ് അല്ലെ, ഇപ്പൊ സീന മാഡം പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ട്രെയിനേഴ്സ് ആയിട്ടുള്ള സുരേഷ് സാറിന്റെ ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അതേപോലെ കനകമ്മ മാഡത്തിന്റെ ആസ്ക് ആൻ എക്സ്പെർട്ട് എന്നൊക്കെ ഉള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ നയന മാഡത്തിന്റെ സൂപ്പർ സൺഡേ പ്രോഗ്രാമുകളൊക്കെ എല്ലാവരും അതിനകത്തൊക്കെ നമ്മൾ കയറണം. 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക്, രാവിലെ 8 മണിക്കും ഞായറാഴ്ചകളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇതിനെ ആവശ്യകതയെ കുറിച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത്രയും നല്ല കാര്യം ഇതൊക്കെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ നിത്യജീവിതത്തിൽ അതിന്റെ ഭാഗമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ നമ്മൾക്ക് നമ്മുടെ ശരീരം 7 അടിസ്ഥാന ഘടകങ്ങളല്ല നിർമ്മിച്ചിരിക്കുന്നു എന്ന് അല്ലെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. 7 അടിസ്ഥാന ഘടകങ്ങളാലാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതെന്തെല്ലാം അത് നമ്മൾക്ക് ആർസിഎമ്മിലുള്ളവർക്ക് മിക്കവർക്കും അറിയാം. പക്ഷെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു അറിവിലേക്ക് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നും നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചായാലും സിസ്റ്റത്തെ കുറിച്ചായാലും നമ്മൾ ദിവസേനം നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് രാവിലെയുള്ള 6 മണിയുടെ പൊൻപുല്ലേരി. അപ്പൊ അതിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്ന രീതിയിൽ കയറുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും കയറുന്നവർക്ക് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഒരു പ്രൊഡക്റ്റുകളെ കുറിച്ചും നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി നമുക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് കയറുന്നവർക്ക് അറിയണ്ടാവില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് കൂടി പ്രയോജനപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ഈ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഹെൽത്ത് ക്ലാസ്സിൽ കൂടി നമുക്ക് സാറ് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, എന്നാലും പോലും നമ്മൾ ആകെ അറിയുന്നത് വെള്ളം, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ ഫൈബർ ആൻഡ് പ്രോട്ടീൻ, അല്ലെങ്കിൽ ഈ 7 ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് വെള്ളം നമ്മൾ എന്നും കുടിക്കും, കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കും, അതുപോലെ തന്നെ അതിൽ അത്യാവശ്യം ഫാറ്റും ഉണ്ടാവും. ബാക്കി 4 ന്യൂട്രിയൻസിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നും ഇല്ല അല്ലെ. അപ്പം ബാക്കി 4 ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ അതാണ് പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും ഫൈബറും അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് വെച്ചാല് ഇത് മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഇതൊക്കെ നമ്മുടെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അല്ല കഴിക്കേണ്ടത്, കുറച്ച് കഴിച്ചുകൊണ്ട് കൂടുതൽ പ്രോട്ടീനാണ് നമ്മുടെ ബോഡിയിലേക്ക് അത് എഫക്റ്റ് ആവുന്നുള്ളതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ ഒരു ഇതിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള നല്ല വ്യത്യാസങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനം നമുക്ക് കൂടുതൽ ഈ പ്രോട്ടീനും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്ര കുറെ വർഷങ്ങളായിട്ട് എനിക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ എന്നും ഒരു അസുഖമാണ്, എപ്പോഴും ഒരു അസുഖക്കാരിയാണ്. എന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആർസിബിൽ വന്നേക്ക് മുമ്പ്
എന്നും വയറ് കംപ്ലൈന്റ്, എപ്പോഴും ബുദ്ധിമുട്ടുകളാണ്. എന്നും എന്നെ എന്താണ് നല്ല നല്ല ഹോസ്പിറ്റലുകൾ, രാജഗിരി, അതേപോലെ തന്നെ ഡോൺ ബോസ്കോ, ലിസി, അമൃത, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി കുറെ പൈസ അവിടെ ആശുപത്രിക്കാർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇന്നിപ്പോ കുറെ ഇത്രയും നാളുകളായിട്ട് നമുക്ക് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് വേണം നമ്മുടെ ശരീരത്തിന് വേണ്ട എന്താണ് ഇത് പ്രോട്ടീൻസും വൈറ്റമിൻസും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു രോഗിയായി തീർന്നിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ ഇതുകൊണ്ട് എനിക്ക് ഇന്നിപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ എൻ്റെ വീട്ടിലും ഹോസ്പിറ്റൽ കേസുകളൊക്കെ കുറക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. നമ്മൾ എന്താണ് നാം കഴിക്കുന്ന ആഹാരം അല്ലെ, എന്താണ് രാവിലെ ഞാൻ പറഞ്ഞു രാവിലെ നമ്മള് രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെ, രാവിലെ സ്ത്രീകളായ നമ്മള് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ ഇത്ര അളവിൽ എന്താണ് പ്രോട്ടീൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര അളവിൽ വൈറ്റമിൻ ഉണ്ടോന്ന് നോക്കിയിട്ടൊന്നല്ല അല്ലെ. നമ്മൾ അങ്ങനെ രാവിലെ ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നു, ഉണ്ടാക്കുന്നു. അതിനകത്ത് നിറം, മണം, രുചി അല്ലെ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ രാജൻ സാർ എപ്പോഴും പറയുന്നത് നിറം, മണം, രുചി. ഈ ഒരു വാക്ക് ഏതൊരു ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കുന്നതാണ്. നിറം, മണം, രുചി. മലയാളികളായ നമ്മൾക്ക് നല്ല നിറം ഇത് വേണം. രുചിയില്ലാണ്ട് ടേസ്റ്റ് ഇല്ലാണ്ട് ഒരു ഭക്ഷണം നമ്മൾ കഴിക്കൂല അല്ലെ. നമ്മൾ ടേസ്റ്റിന്റെ ഒരു മലയാളികളെ സംബന്ധിച്ച് ടേസ്റ്റാണ് പ്രാധാന്യം. ആ ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഭക്ഷണമൊന്നും കഴിക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് ആ ഒരു സാധനം, ആ ടേസ്റ്റിന് ചേർക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ദോഷം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതാണ് നമ്മൾ അത് കഴിക്കുന്നത്. പിന്നെ 60 കിലോ ഭാരമുള്ള ഒരു വ്യക്തി 60 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കണം എന്നുള്ളത് ആണ് അതിന്റെ ഒരു കണക്ക് എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ 1 കിലോ ഭാരം ഉള്ള ഒരു വ്യക്തി അല്ല സോറി 20 കിലോ ഭാരമുള്ള വ്യക്തി 1 ലിറ്റർ വെള്ളം, 20 കിലോ ഭാരമുള്ള വ്യക്തി 1 ലിറ്റർ വെള്ളവും കുടിച്ചിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന നിത്യജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് ആവശ്യം വേണ്ട ഈ 60 ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് അതില് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് നമ്മളുടെ RCM ന്യൂട്രിചാർജ് കമ്പനി നമ്മൾക്ക് കുറെ പ്രോട്ടീൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകൾ നമുക്ക് കമ്പനി തരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ന്യൂട്രിചാർജ്, മറ്റേ സ്ട്രോബെറി പ്രോഡക്റ്റ്, കൊക്കോ പ്രോഡക്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഓൾ പ്രോ, പിന്നെ കേസർ പിസ്ത, പിന്നെ എന്താണ് ഷുഗർ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഗ്ലൈസം, അതിന് ഗ്ലൈസം പ്രോഡക്റ്റ് ഉണ്ട്, ഗ്ലൈസം ടാബ് ഉണ്ട്. ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞു. ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കുന്ന ഷുഗർ പേഷ്യൻസിനാണ് അവർ അത് സജസ്റ്റ് ചെയ്യുന്നതെങ്കിലും തൈറോയ്ഡ് ഉള്ളവര് തീർച്ചയായിട്ടും ഈ ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ ഉള്ള ആളാണ്. അപ്പൊ ആൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴും എന്താണ് ഭയങ്കരമായിട്ട് തൈറോയ്ഡ് കൂടി. അപ്പൊ ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞ അതിനകത്ത് പ്രോട്ടീനിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്രോട്ടീൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും തൈറോയ്ഡ് പേഷ്യൻസിന് തീർച്ചയായിട്ടും അതിനകത്ത് പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട് അത് കഴിക്കാൻ പാടില്ല. അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കൊക്കെ കേസർ പിസ്ത ചെറിയ അളവിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന കിഡ്സ് അല്ലെ, കിഡ്സിന്റെ അതൊക്കെ എല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്നതാണ്. കിഡ്സിലൊക്കെ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു അതൊക്കെ നമ്മളെ. അപ്പൊ ഡെയിലി നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഓരോ ദിവസവും നമ്മൾക്ക് നമ്മളെ ഓരോ ദിവസവും കഴിയും നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒക്കെ സാധിക്കുന്നത്. പിന്നെ എന്താണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പിന്നെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡൈജഷൻ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അത് സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ജിം ട്രെയിനേഴ്സ് ഒന്നും നമ്മുടെ പ്രോട്ടീൻ വലിയതായിട്ട് ഇതാക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം അവർ പ്രോട്ടീൻ കൊടുക്കുമ്പോഴാണ് അവർക്ക് അതിന്റെ കമ്മീഷനും കാര്യങ്ങളും പിന്നെ അത് പ്രോട്ടീനും ഒക്കെയാണ് കൂടുതൽ അവർ സജസ്റ്റ് ചെയ്യുന്നത്. അത് കൂടുതലും പെട്ടെന്ന് ജിമ്മിൽ പോകുന്ന ഇത് നമ്മൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീണ്ടും പഴയതുപോലെ തന്നെ വണ്ണം വെക്കാനായിട്ടുള്ള സാധ്യത
വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് സസ്യങ്ങളിൽ നിൽക്കുന്നതായതുകൊണ്ട് നമ്മൾ വെയിറ്റ് മാനേജ്മെന്റ്, വെയിറ്റ് ഒന്നും അങ്ങനെ കയറൊന്നുമില്ല. അത് മാത്രമല്ല, നമുക്ക് ബോഡി നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവാനായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് നമ്മളെ പ്രോട്ടീനും കൂടെ, അതായത് പിടിക്കാസ് വാല്യൂ ഉള്ള പ്രോട്ടീനാണ് നമ്മുടെ ഇത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ആഗിരണം ചെയ്യാനായിട്ട്, ഈ നമ്മുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ബോഡിയിൽ എഫക്റ്റ് ആവാനായിട്ട് നമ്മുടെ പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പിന്നെന്താണ് മസിൽ പവർ കൂട്ടാനും ഒക്കെ നമ്മൾക്ക് മസിൽ പവർ കൂട്ടാനും അല്ലെങ്കിൽ വെയിറ്റ് കുറവുള്ളവർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ ഉള്ളവർക്ക് കൊക്കോ പ്രൊഡക്റ്റിന്റെ ഒപ്പം തന്നെ നമ്മൾ ഗെയിനർ ഉണ്ട് അല്ലെ, ഗെയിനർ കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം വണ്ണം കുറഞ്ഞവർക്ക് അങ്ങനെ അതും കൂടി ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെന്താണ് എങ്ങനെയായിരുന്നു നമുക്ക് ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ വെച്ചാൽ ഞാൻ ഈ ഇതിനകത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണമുണ്ടായിരുന്നു. എന്നെ ഇതിക്ക് മുമ്പ് കണ്ടവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു 77 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നതിന് നമ്മൾ പ്രോട്ടീൻ പൗഡറുകൾ, പിന്നെ അതുപോലെ തന്നെ SNF അല്ല, അതിനകത്തും അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട്. അതൊക്കെ കഴിച്ച് നമ്മൾ വെയിറ്റ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ഒരു 7 കിലോത്തോളം വെയിറ്റ് എനിക്ക് ഇതിൽ വന്നതിന് ശേഷം കുറച്ചുകൊണ്ട് ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ ഈ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന ഈ സ്ട്രോബെറി പ്രോഡക്റ്റിന്റെ ഒപ്പം തന്നെ ഓൾപ്പുറവും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ കൂടുതൽ സിങ്കിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുടി കൊഴിച്ചില്, നഖം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഒരു ഇത് എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് നല്ല നല്ല മുടിയൊക്കെ നല്ല കുറച്ചും മുടി ഇങ്ങനെ പൊട്ടി പോകാതെ നല്ല സ്ട്രെങ്ത്തിനോട് കൂടി ഇരിക്കാനായിട്ടൊക്കെ നല്ലോണം തിക്നെസ്സിലോട്ട് ഇപ്പൊ മുടിവൊക്കെ അവിടെ വളർച്ച ത്വരിതഗതിയിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഹെയർ റിവൈവൽ കിറ്റും കൂടി ഇവിടെ പറയാതിരിക്കാൻ പറ്റിച്ചാല് ആദ്യം കൂടി ഉപയോഗിക്കുന്ന അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്തൊക്കെ നമ്മൾ പുറമേ ആയാലും ഉള്ളിൽ ചെല്ലുന്നതാണ് ഉള്ളിൽ നമ്മുടെ ബോഡിയിൽ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് അത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതങ്ങനെ. പിന്നെ എന്താണ് സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ രാവിലെ നമുക്കറിയാം, ഒരു ഗ്ലാസ് വെള്ളത്തില് ചിലൊരു വെറുതെ ചൂടുവെള്ളത്തിൽ വെറുതെ അല്ലെങ്കിൽ പാലിലൊക്കെ ഒരു സാക്ഷി ഞാനിപ്പോ പ്രോട്ടീൻ പൗഡർ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ നമ്മൾക്ക് സ്ട്രോബെറി പ്രോഡക്റ്റിലായി കൊക്കോ പ്രോഡക്റ്റിലായി നമ്മൾക്ക് അതിനകത്ത് 15 ഗ്രാം വെച്ചിട്ട് 15 ഗ്രാം പ്രോട്ടീനും 5 ഗ്രാം ഫൈബർ, അങ്ങനെ 20 ഗ്രാമാണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ആ ഒരു ഇത് നമ്മൾക്ക് വെറുതെ ചൂടുവെള്ളത്തിൽ വെറുതെ കലക്കി കുടിക്കുക, അല്ലെങ്കിൽ പാല് കഴിക്കുക. ഞാൻ പാല് സജസ്റ്റ് ചെയ്യൂല, വെച്ചാൽ പാല് അത് അത്ര ദഹനത്തിന് അത്ര നല്ല ഒരു സാധനമല്ല. ഇപ്പൊ ഞങ്ങള് കഴിക്കുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഓട്സ് ഒക്കെ ഇട്ടിട്ടാണ് നട്ട്സും ഇതൊക്കെ ഈന്തപ്പഴമൊക്കെ 2-3 ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് അത് ചൂടാറി വരുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് എന്തെങ്കിലും ഫ്രൂട്ട് അല്ലെങ്കിൽ പഴം എന്തെങ്കിലും ആപ്പിൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് അടിച്ചിട്ട് അതിനകത്ത് ഒരു സ്കൂപ്പ്, അപ്പോൾ അത് നമുക്ക് മതി. അത്രയും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ആ പ്രോട്ടീൻ കഴിക്കുന്നതോടുകൂടി നമുക്ക് വേറെ മറ്റ് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. രാവിലെ പിന്നെ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്കില്ല. ഹസ്ബൻഡിന് കേസർ പിസ്ത മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ആൾക്കാവില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്ക് മാത്രം ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നല്ലാണ്ട് ഇവിടെ ഞാനും മോളൊക്കെ കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് കഴിക്കാറെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത്, എപ്പോഴും ആ ഒരു സ്മൂത്തി കഴിച്ചിട്ടാണ് നമ്മൾ ഏതൊരു പ്രോഗ്രാമിനായാലും വരുന്നത്. വേറെ ഒന്നും അഡീഷണൽ ആയിട്ടൊന്നും കഴിക്കാറുണ്ട്. ഉച്ചയ്ക്ക് ഒരു 12 മണി 12:30 വരെ നമുക്ക് അങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഫുഡ് കഴിച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇത്ര നാളും സാധിച്ചിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും പറയും അയ്യോ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അങ്ങനെയാവും. ഞാൻ പറയും എനിക്ക് പ്രോട്ടീൻ കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ 2.5 വർഷമായിട്ട് ഇതിനകത്ത് ഇത്രയും ജീവനോടെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ എല്ലാവരോടും. അപ്പൊ നമുക്ക് ഉപയോഗിച്ചാലല്ലേ നമ്മൾ പറയുന്ന, നമ്മളാദ്യം ഉപയോഗിക്കുക അല്ലെ, നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ എനിക്ക് ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ച് നോക്കാം. അത് നമുക്ക് റിസൾട്ട് ഉള്ള കാര്യങ്ങൾ, നമുക്ക് 100% റിസൾട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. അപ്പം എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ആദ്യം എനിക്ക് പറ്റുള്ളൂ. ഞാൻ അത്രയും ധൈര്യത്തോടുകൂടി എനിക്ക് പറയാനായിട്ട് ഇപ്പൊ എനിക്ക് സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇനിയിപ്പം എന്താണ് ഇത്ര നല്ല സാധനങ്ങൾ കഴിച്ചിട്ട് മരിച്ചു പോണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയാം. അത്രയും നമ്മളുടെ വിശ്വാസത, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ് അവരത് എടുക്കുള്ളൂ. നമ്മളെയാണ് നോക്കുന്നത്. RCMിലുള്ള കൊടുക്കുമ്പോൾ RCMിന്റെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന വ്യക്തിത്വങ്ങളുമാണ് അവര് നോക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് നമ്മൾക്ക് അടിമുടി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരത് സ്വീകരിക്കാനായിട്ട് അവര് തയ്യാറാകുകയുള്ളൂ. അപ്പൊ നമ്മള് പ്രോട്ടീന്റെ കാര്യത്തിൽ അപ്പൊ നമ്മള് എന്താണ്, പിന്നെ നമ്മൾ പ്രായം കുറഞ്ഞു അല്ലെ, ഇപ്പൊ നമുക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കുമ്പോൾ നമ്മൾക്ക് പറയാവുന്ന ഏറ്റവും ഒരു ഇതായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പ്രായം കുറയാനായിട്ട് താല്പര്യമില്ലാത്തവരവരുണ്ട്. പ്രായം കുറയാനും അതേപോലെ തന്നെ സുന്ദരിമാരൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ. ഇപ്പൊ നമ്മളെ ഇപ്പൊ എനിക്ക് ഒരു കാര്യം
അറിയാനുള്ളത്. അല്ല, ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്ലാറ്റിനം സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിട്ടുള്ള ജയശ്രീ മാഡം അല്ലെ. ജയശ്രീ മാഡം ഇപ്പം എന്താണ് ജിമ്മിൽ നമ്മൾ കയറിയ എപ്പോഴും ഇതിനകത്ത് പ്രോഗ്രാമിലേക്കും ഇത് പറയുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ മാഡം എപ്പോഴും ജിമ്മിലൊക്കെ പോയി വന്നിട്ട് സമയമൊക്കെ ആയിരിക്കുമല്ലോ. മാഡം എപ്പോഴും ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് എന്താണ് മാഡം സ്ഥിരം കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ മാഡത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ കാർബോഹൈഡ്രേറ്റ് തീരെയും കഴിക്കുന്നില്ല. ചോറ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ് മലയാളികളെ സംബന്ധിച്ചിട്ട്. ചോറില്ലാത്തൊരു ജീവിതം മലയാളികൾ. പക്ഷെ അതിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് പ്രോട്ടീനും മറ്റുള്ള ഫൈബർ അങ്ങനെയൊക്കെ സംഭവങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്താണ് ഓരോ ദിവസം കഴിഞ്ഞ ഒരു സുന്ദരി കൂടി ഇരുന്നല്ലേ. വെയിറ്റ് എത്ര ആദ്യം കാണുന്ന ജയശ്രീ മാഡം അല്ലേ ഇപ്പോഴത്തെ ജയശ്രീ മാഡം അല്ലേ. അപ്പൊ നമ്മൾക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു എന്താണ് ഇതിലേക്ക് നമ്മ മറ്റുള്ളവരെ കണ്ട് അപ്പൊ നമുക്ക് മാഡത്തിന് അങ്ങനെ ആവാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടല്ലേ, നമുക്ക് കഴിച്ചുകൂടാന്നല്ലേ. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്കും നോക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മള് ആർക്കൊക്കെയാണ് നമ്മൾ ഈ പ്രോട്ടീനും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ടല്ലോ. എല്ലാവർക്കും പ്രോട്ടീൻ സൂട്ടബിൾ ആയിരിക്കില്ല. തൈറോയ്ഡ് പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, അതേപോലെ തന്നെ യൂറിക് ആസിഡ്, പിന്നെ എന്താണ് ക്രിയാറ്റിന്റെ അളവ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്ന അങ്ങനെ ഒരു ശ്രുതി ഞാൻ കേട്ടിട്ടുണ്ട്. പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല, പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കിഡ്നി പേഷ്യൻസ് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് കിഡ്നി പേഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് കഴിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രോട്ടീനായിട്ട് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡോക്ടറിന്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എന്താണ് നല്ലോണം പ്രോട്ടീനിൽ നമ്മുടെ പ്രോട്ടീൻ ധാരാളം ഫൈബറും ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ, നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞ അളവിൽ നമുക്കത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ് പിന്നെ ഡോക്ടർ എന്താണ് ഹരിശങ്കർ അല്ലെ, നമ്മളുടെ മുത്സാറിന്റെ മകൻ ഇപ്പൊ നമുക്ക് എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്. മുമ്പ് നമ്മൾ എന്താണ് ചോറും കറികളാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ എന്താണ് കറിയും ചോറുമാണ് കഴിക്കേണ്ടത്. നല്ല കൂടുതൽ കറിയും ഇത്തിരി ചോറും കൂടുതൽ കറികൾ. അപ്പൊ നമ്മൾ ഈ 20% ഗ്രാം പ്രോട്ടീനും കൂടെ നമുക്ക് ആവില്ല. 60 ഗ്രാം പ്രോട്ടീൻ നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് നമ്മൾക്ക് തന്നെയുണ്ടല്ലേ ഗുഡ്ഡോട്ടിന്റെ കുറെ പ്രൊഡക്റ്റുകളാണ്. ഇതൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് അല്ലെ. ഡെയിലി നമ്മളോട് എന്താണ് നൂഡിൽസ് ഒക്കെ കഴിക്കാൻ, നൂഡിൽസിൽ 2 നൂഡിൽസ് കഴിക്കുമ്പോൾ നമുക്ക് 18% പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ഗുഡ്ഡോട്ട് നമ്മുടെ പ്രോട്ടീൻസും അതുപോലെ തന്നെ ബൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഭക്ഷണ സാധനങ്ങളോട് കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള കഴിക്കേണ്ട നമ്മുടെ ശരീരത്തിൽ വേണ്ടത് അത്രയും അളവ് സാർ അത് കറക്റ്റായിട്ട് എഴുതി കാണിച്ച് നമുക്ക് തരുന്നുണ്ട്. എത്രത്തോളം പ്രോട്ടീൻ നമുക്കൊരു എല്ലാ ദിവസവും നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ എന്താണ് ഇപ്പൊ പ്രോട്ടീനെ കുറിച്ച് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി പ്രോട്ടീൻ മാത്രമല്ല, ഇനി ഫൈബറും വൈറ്റമിനും വേണം അല്ലെ. PB ആയിട്ടുള്ള MF കൂടിയും വേണം. അപ്പൊ വൈറ്റമിൻസും മിനറൽസും. അപ്പൊ നമ്മൾക്കറിയാം നമ്മൾക്ക് ബാക്കി മിനറൽസും വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ന്യൂട്രിചാർജ് കമ്പനി നമുക്ക് അതിനായിട്ട് ഒരുക്കി തന്നിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ന്യൂട്രിചാർജ് മെൻ ടാബ്ലറ്റും ഉണ്ട്. അതിനകത്തൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ആവശ്യത്തിൽ കൂടുതലുള്ള പോഷകങ്ങൾ, അതായത് ഒരു 50 പോഷകങ്ങൾ നമ്മളുടെ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിലുണ്ട്. 50 പോഷകങ്ങളുണ്ട്. 13 പഴങ്ങളുടെ ബ്ലെൻഡ്, 13 വൈറ്റമിൻസിന്, പിന്നെ 6 ബൊട്ടാണിക്കൽസ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം 6 അമിനോ ആസിഡുകൾ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇരിക്കണം അല്ലെ. എല്ലാ ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ മിക്ക ദിവസം ഒരാഴ്ചയുടെ ഒരു ദിവസങ്ങളിൽ വുമൺ ടാബ്ലറ്റിനെ കുറിച്ച് പറയാത്ത ഒരു ദിവസങ്ങൾ ഉണ്ടാകാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ എന്താണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്ന് മാത്രമല്ല, എന്നാലും മാത്രമേ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എന്താണ് 21 mg 21 mg അയൺ നമ്മള് അതിനകത്ത് ഈ വുമൺ ടാബ്ലറ്റ് ഉണ്ട്. അതിന് അയൺ ഡെഫിഷ്യൻസിയാണ് കൂടുതൽ സ്ത്രീകൾക്കുള്ളത്. HB ലെവൽ വളരെ കുറവാണ് എല്ലാവർക്കും. നമ്മളെ ഭാരതത്തിലുള്ള സ്ത്രീകൾക്ക് HB ലെവൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ, അതായത് ഒരു സ്ത്രീക്ക് ഒരു ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് 12 തുടങ്ങി
15 വരെയാണ് ഒരു സ്ത്രീകളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വേണ്ടത്. പക്ഷെ നമ്മൾക്ക് എനിക്കൊക്കെ 8, 7, 7, 8 അങ്ങനെയൊക്കെയുള്ള അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വുമൺ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷമാണ് 12 മേലെയൊക്കെ നമുക്ക്, എനിക്കും അതെ എൻ്റെ മകൾക്കും അതെ. അപ്പം നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കൂടുന്നുള്ളത് നമുക്ക് തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് കൊണ്ട് മറ്റുള്ളവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോൾ 70% സ്ത്രീകൾ അനിമിക്കാണ് നമ്മുടെ ഭാരതത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ അനിമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളർച്ചയാണ് അല്ലെ, ഭയങ്കര ക്ഷീണം ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അങ്ങനെയുള്ള എല്ലാ സ്ത്രീകൾക്കും അല്ലെ, എല്ലാ സ്ത്രീകൾക്കും നമ്മുടെ ഒരു നമ്മുടെ കമ്പനിയുടെ ഒരു എന്താ പറയുക, ഒരു ഇത് തന്നെ എല്ലാ സ്ത്രീകളിലോട്ടും ഈ വുമൺ ടാബ്ലറ്റ് എത്തിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നല്ല അനീമിക് മുക്തമായിട്ടുള്ള അല്ലെ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ MDയുടെ തന്നെ വലിയ ഒരു ഉദ്ദേശം. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ശക്തി ഉണ്ടെങ്കിലാണല്ലോ സ്ത്രീ ശാക്തീകരണത്തിൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകൾക്കും നമുക്കിത് എത്തിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ 12, 16 എന്നുള്ള രീതിയിലാണ് ആണുങ്ങൾക്ക് ഉള്ള HB ലെവല്. അപ്പൊ അവർക്ക് നമുക്ക് അപ്പൊ ഒരു ഋതുമതിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അതായത് 13 അല്ലെങ്കിൽ 12, 13 വയസ്സിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അവർക്ക് തുടങ്ങി നമുക്ക് ഈ വുമൺ ടാബ്ലറ്റ് കൊടുക്കാം. അങ്ങനെ നമുക്ക് അവർക്ക് പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ 30%, 33% പെൺകുട്ടികൾക്ക് PCOD എന്നുള്ള പ്രതിഭാസം, അതായത് നമ്മുടെ ബോഡിയിൽ അതായത് എന്താണ് ഈ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് പീരീഡ്സ് വരാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രശ്നങ്ങളുള്ളവരാണ് കൂടുതൽ അല്ലെ. പീരീഡ്സ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ വലിയ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ടാണ്, നമ്മൾ ബോഡിയിൽ അത്യാവശ്യത്തിനുള്ള ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഒരു പഴയതുപോലെ എക്സസൈസ് കാര്യങ്ങളൊന്നുമില്ല അല്ലെ. എന്താണ് എല്ലാവരും എന്താണ് പണ്ടത്തെ കാലത്തെ പോലെയുള്ള അടിക്കല് തുടക്കലും വൃത്തിയാക്കല് അല്ലെങ്കിൽ വെള്ളം കോരല് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇന്നത്തെ മക്കൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നപ്പോൾ നമുക്ക് കൂടുതൽ അവരെ എക്സസൈസിലോട്ടും നമ്മൾക്ക് ഇപ്പൊ മനുഷ്യ മാഡം അതേപോലെ തന്നെ നയന മാഡം അല്ലെ, നമുക്ക് സീഡ്സ് എന്ന് പറയുന്ന ഒരു ഇത് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. സീഡ്സ് ഇടക്കിടക്ക് ഓഫായി പോണ എന്താണ് സംഭവം എന്നറിയില്ല. സീഡ്സ് എന്ന് പറയുന്ന ഒരു ഇതല്ലേ എന്ന് വെച്ചാല് ഒരു നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. സീഡ്സ് എന്ന് പറഞ്ഞ ഒരു അത് വെച്ചാൽ S ഫോർ സ്ലീപ്പ്, E ഫോർ ഇമോഷണൽ ബീയിങ്, B ഫോർ എക്സസൈസ്, പിന്നെ D ഫോർ ഡയറ്റ്, പിന്നെ ലാസ്റ്റത്തെ S എന്ന് പറഞ്ഞ സപ്ലിമെന്റ്സ്. അപ്പൊ നമ്മൾ ഈ ഇതൊരു നമ്മൾ കറക്റ്റായിട്ടുള്ള ഉറക്കവും കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതിയും കറക്റ്റായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ 13 നമ്മൾ മെന്റാലിറ്റിനെ കുറിച്ച് പറഞ്ഞു. 13 വയസ്സുള്ള ആൺകുട്ടികൾക്ക് തീർച്ചയായും തുടങ്ങിയിട്ടുള്ള ആൺപിള്ളേർക്ക് നമുക്ക് ഈ മെന്റാബിലിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അത് സിങ്കിന്റെ അളവ് കൂടുതലാണല്ലോ. 15% സിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിങ്കിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് ഈ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്കൊക്കെ ചെറിയ ചലനശേഷിയൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം അത്യുത്തമമാണ്. അതുപോലെ തന്നെ അവർക്ക് കുറെ നാൾ കഴിയുമ്പോൾ അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് രോഗപ്രതിരോധ ശേഷി നമുക്ക് കിട്ടും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കൾക്ക് ഭർത്താവിനൊക്കെ അല്ലെങ്കിൽ ഭാര്യക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റും ന്യൂട്രിചാർജ് മെൻ ടാബ്ലറ്റും എല്ലാവരും കൊടുക്കുക. നമ്മളുടെ മക്കളുടെ ആരോഗ്യം അല്ലെ, എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര സമ്പത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാലും കാര്യമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെ. നമ്മൾ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കുറെ കാശ് ഉണ്ടായി, കുറെ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടായി നമ്മൾ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ
ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരും പറയും അയ്യോ ഇതിനൊക്കെ ഇത്ര കാശല്ലേ, ഇനി എല്ലാ മാസവും ഇത്ര സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും അയ്യോ 2 മാസമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മതിയാ, ഇനിയും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് എന്തോരം പൈസയാണ്, എന്തോരം കാശാണ് ഇതിന് പോണത് എന്നുള്ളൊരു മനോഭാവമാണ്. അതുകൊണ്ട് നമ്മൾക്ക് കുറെ ആശുപത്രി കേസുകൾ കുറഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. കാശ് കുറെ പോയി എന്നുള്ളതാണ് ആൾക്കാരുടെ ചിന്ത. പക്ഷെ അതല്ല, നമ്മള് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾക്ക് ഇതിൽ കൂടി ഇങ്ങനെയൊക്കെ നമ്മള് സ്വന്തം ബോഡിക്ക് വേണ്ടിയിട്ട്, എന്താണ് എത്രയോ കോടി വില മതിക്കുന്ന സാർ എപ്പോഴും പറയുന്നല്ലേ, വില മതിക്കുന്ന നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മള് കാശ് ചെലവാക്കണം. എന്നിട്ട് വേണമല്ലേ നമ്മളൊരു വണ്ടി ഒരു കാറൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറിനൊക്കെ എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ നമ്മൾ എന്തോരം പൈസ ഒക്കെ നമ്മൾ ചെലവാക്കാറുണ്ട്. പക്ഷെ അത് നമ്മളൊന്നും ശ്രദ്ധി. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടി എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കൊടുക്കുമ്പോൾ ഭയങ്കര അതിൻ്റെ ഒരു ഭയങ്കര കണക്കൂട്ടലാണ്, ഇത്തരം കാശ് പോയി എന്നൊക്കെ. അങ്ങനെ ചിന്തിക്കരുത്. നമ്മള് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നല്ല എല്ലാവരും ഉപയോഗിക്കും, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ല സന്തോഷത്തോടുകൂടി ജീവിതം നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. കാണുന്നുണ്ടോ മാഡം? ണ്ടോ സിനി മാഡം? ഇടക്കിടക്ക് എനിക്കിങ്ങനെ ബ്ലാങ്ക് പോലെ വരുന്നത്, അതൊന്ന് കാണാത്ത പോലെ, അതുകൊണ്ടാണ് പറഞ്ഞോളൂ. എന്താണ് നമ്മള് വെള്ളം അല്ലെ, അപ്പൊ നമ്മൾ ഈ 7 ന്യൂട്രിയൻസ് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബോഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി സന്തോഷം. IVMF-നെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എല്ലാവർക്കും ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്ത് വന്നതിന് ശേഷം കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതിന് എൻ്റെ ജീവിതത്തിൽ അടിപൊളി മാറ്റം വരുത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഈ PVMF എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുക. എനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കൂടുതൽ മറ്റുള്ളവർക്ക് പറയാനും പറഞ്ഞ് കൊടുക്കാനും ഒക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ്. അപ്പൊ കുറച്ച് പേർക്കൊക്കെ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ PVMF-ന്റെ ഒപ്പം തന്നെ നമുക്ക് കഴിക്കേണ്ടതാണ് OG കൂടി ഉണ്ട് അല്ലെ, അതായത് ഓൾസെൽ ഒമേഗ. നമ്മുടെ ശരീരത്തിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഘടകം നമ്മൾ omega-6 omega-9 അല്ല omega-6 omega-9 നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ omega-3 നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെജ് ഒമേഗ അല്ലെ, നമ്മളുടെ ഒമേഗനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൽഗയും കാരകിന്നൊക്കെയുള്ള പായിൽ നിന്ന് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതായത് മീൻ പിടിക എന്ന രീതിയിൽ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ 7 സീഡ്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് മീനിന്റെ ഫ്ലഷിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ ഇത് തികച്ചും വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വെജിറ്റേറിയൻസിനും നമ്മള് പ്രോട്ടീനും വെജിറ്റേറിയൻ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ വെജ് ഒമേഗ പ്രോട്ടീൻ അല്ലെ, നമ്മൾ സസ്യജന്യമായ സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ മാത്രം നമ്മുടെ ആർസിന്റെ ഏതൊരു പ്രൊഡക്റ്റുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ജൈവ മൃഗങ്ങളെ നമ്മൾ എന്തൊക്കെ മൃഗങ്ങളെ ഭയങ്കര സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. മൃഗങ്ങളുടെ ഇതായിട്ടുള്ള സാധനങ്ങളാ മൃഗങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടേതായിട്ടുള്ള എല്ലാൊരു പ്രൊഡക്റ്റിലും എല്ലാനും എന്താണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് ആ ഇത് കഴിക്കുമ്പോൾ വെജ് ഒമേഗ അല്ലെ, ഡെയിലി നമ്മൾ വെജ് ഒമേഗ കഴിക്കുമ്പോൾ രക്തക്കൊഴലുകളൊക്കെ നല്ല രീതിയിൽ ഞാൻ ഓടിച്ചിട്ട് പോണ സമയം വളരെയധികം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 7 മണിയോട് ആകാറായിട്ടുണ്ട്. പ്രോട്ടീൻ എല്ലാം സ്റ്റാർ ആൻഡ് അബവും കൂടി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ അധികം നേരം തിരിപ്പിച്ചത് എന്റെ ഫോണിൽ എന്തോ കംപ്ലൈന്റും ഉണ്ട്, അത് ഇടക്കിടക്ക് ഇങ്ങനെ. അപ്പൊ എനിക്കത് മുഴിപ്പിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് അപ്പൊ ഒമേഗയെ കുറിച്ചും ഗാമ കൂടി ഉണ്ടല്ലേ, ജീനറൽ ഗാമ, അതായത് നമ്മുടെ ആന്റി ഓക്സിഡന്റ് കൂടി നമുക്ക് ബോഡിയിലേക്ക് വേണം. കാരണം നമ്മൾ പ്രതിരോധ ശേഷി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഗാമറേസിനോട് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ വെജ് ഒമേഗയും അല്ലെ, ഈ 2 പ്രോഡക്റ്റുകൾ നമുക്ക് കഴിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉള്ള മറ്റുള്ള രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനും വന്ന അസുഖങ്ങൾ, ഇപ്പൊ ഹാർട്ട് പേഷ്യൻസിന് അങ്ങനെയായിട്ടുള്ള രക്തക്കുഴലുകളൊക്കെ കെട്ടിക്കിടക്കുന്ന ഫാറ്റുകളൊക്കെ അടിഞ്ഞിടക്കിടക്കുന്നതൊക്കെ നമുക്ക് കളയാനായിട്ടൊക്കെ നമുക്ക് ഈ വെജ് ഒമേഗ നമ്മളെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഡി അല്ലെ, വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് നമുക്ക് പല പല അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം രാവിലെ തന്നെ വെയിൽ കൊള്ളാനൊക്കെ നമുക്ക് സാറ് പറഞ്ഞു, രാവിലെ വൈകുന്നേരം പോക്ക് വെയിലും
വരുന്ന വെയിലൊക്കെ കൊള്ളുന്നതും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ പ്രദാനം ചെയ്യാൻ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് വെജ് ഒമേഗ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവർത്തിക്കുക. നമ്മൾ എപ്പോഴും നല്ല എന്താണ് സുരേഷ് സാറ് പറഞ്ഞ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ടൊക്കെ നമുക്ക് ബോഡിയിലേക്ക് നമ്മൾ വെജ് ഒമേഗ ഇതൊക്കെ കഴിക്കുന്നവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം അല്ലെ അവർക്ക് ആ ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കളറ് അല്ലെ ഉണ്ടാവാനായിട്ട് നമ്മളെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാമറോയിസിനോളിനെ കുറിച്ച് പറയാനായിട്ട് എന്താണ് വാക്കുകൾ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ദിവസത്തിൽ 4 കഴിക്കാറുണ്ട്, രാവിലെ 2 രാത്രി 2 വെച്ച് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോഡിയിൽ എപ്പോഴും ഇൻഫ്ലമേഷൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വേദനകള് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ഞാൻ മറ്റുള്ള മരുന്നുകളിലോട്ടൊന്നും പോകാറില്ല, വേറെ ഒന്നും കഴിക്കാറില്ല. ഗാമറോയിസിനോള് 2 രാവിലെയും രാത്രിയും കഴിക്കും. അജോമേഗ കഴിക്കും നമുക്ക്. അതുപോലെ ഈ ആന്റി ഓക്സിഡന്റ് ആണ് അത് നമ്മൾക്ക്, അതായത് നമ്മൾക്ക് പുറമേ നിന്ന് നമ്മളുടെ ശരീരത്തിൽ ബോഡിയിലേക്ക് ഇപ്പൊ ഇന്നത്തെ ഈ അല്ലെ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം റോഡിലൂടെ ഇറങ്ങാനുള്ള നിവൃത്തിയില്ലാത്ത അത്രയും പൊല്യൂഷനാണ് അല്ലെ, വായുവിൽ നിന്നുള്ള പൊല്യൂഷൻ, വെള്ളത്തിൽ നിന്നുള്ള പൊല്യൂഷൻ ഒക്കെയാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എല്ലാത്തിൽ നിന്നുള്ള പൊല്യൂഷനുകളാണ് നമ്മുടെ ബോഡിയിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു യോദ്ധാവ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഗാമോറിസിനോള്. അപ്പൊ ഗാമോറിസിനോള് ഇപ്പൊ നമ്മൾ 100 ഗാമയൊക്കെ ചെയ്ത് കമ്പനി കാണാൻ പോകാനുള്ള ഭയങ്കര ത്രില്ലൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാല് AP ഓർഗാനിക്സ് എന്നുള്ള കമ്പനിയാണ് നമ്മളുടെ ഗാമ ഒറിജിനോള്. അത് നമ്മുടെ തവിടിൽ നിന്ന് എടുക്കുന്നതായത് കൊണ്ട് തന്നെ തവിടെണ്ണ അല്ലെ, നമ്മുടെ തവിടെണ്ണ. അപ്പൊ ഇനിയിപ്പോ തവിടെണ്ണ ഇവിടെ നിന്നാണ്, തവിടിൽ നിന്ന് തന്നെയാണോ കിട്ടുന്നതെന്നൊക്കെ ഉള്ള കുറെ ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾക്ക് എന്താണ് എന്താണ് 34 തരം രോഗങ്ങൾക്ക് നമുക്ക് ഒരു മരുന്ന് പ്രതിരോധമായിട്ട് എന്താണ് ക്യാൻസർ പേഷ്യൻസിന് വരെ നമുക്ക് കൊടുത്തുകൊണ്ട് കുറെ പേര് അത് കൊടുക്കുന്നുണ്ട്, കുറെ പേർക്ക് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളുടെ ഈ PVMF അതിൻ്റെ ഒപ്പം തന്നെ ഗാമ, വെജ് ഒമേഗ എല്ലാവരും ഡെയിലി കഴിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം, നല്ലൊരു ആരോഗ്യം, സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊരു സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഇത്ര നേരം നിന്ന് 2 വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു ആളോട് അധികം അങ്ങനെ നമുക്ക് നിന്ന് സംസാരിക്കാനായിട്ടുള്ള, പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എന്താണ് നമ്മളുടെ കുമ്പിളിഞ്ഞാമക്കളുടെ ഗ്രേറ്റ് ലീഡർ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ സ്വകാര്യ അഹങ്കാരം തന്നെ പറയാം. എന്താണ് നമ്മളെ സജീവ് സാറി പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് കൊണ്ടാണ് കുറെ പേർക്ക് എന്താണ് കുറെ ആൾക്കാർക്ക് അവരുടെ കഴിവുകളൊക്കെ അല്ലെ അറിവുകളെ കഴിവുകളാക്കാനായിട്ട് നമുക്ക് ഇത്ര നല്ല പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാൻ, RCM എന്ന പ്രസ്ഥാനത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം, നമ്മൾ പ്രൊഡക്റ്റുകളാണ് എൻ്റെ ജീവൻ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. മറ്റുള്ള ഇതുപോലെ എല്ലാവരും മല്ലിമുളകും പഠിക്കാൻ എന്നോട് പലപ്പോഴും സ്റ്റാറ്റസ് കിട്ടുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്നും പ്രോഗ്രാമാണല്ല, നിങ്ങൾക്ക് എന്നും അവിടെ ഇതാണല്ലോ, ഈ ഉപ്പും മല്ലിമുളകൊക്കെ മേടിക്കലല്ലേ ഈ പരിപാടി, അതിന് നിങ്ങൾ ഇതിന് മാത്രം എപ്പോഴും ഈ ഇതിൽ പോകണ്ടോ, ഈ ക്ലാസ്സുകൾക്ക് പോകണോ? ഞാൻ എന്തിട്ട് ഒരു സ്റ്റാറ്റസ് വെച്ചാൽ നമ്മളെ എന്താണ് എങ്ങനെയാണെന്ന് മറ്റുള്ളവർ അറിയണം അല്ലേ. അപ്പൊ ഒരു ഷോപ്പുകളിൽ പോയിട്ട് നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാതൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നല്ലൊരു എല്ലാവർക്കും അറിയാമല്ലോ, ഇതിനെക്കൂടി ഒരു വരുമാനവും കൂടി ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വരുമാനവും കൂടി ഇതിൽ കൂടി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എല്ലാവർക്കും RCM എന്ന നന്മറിഞ്ഞ പ്രസ്ഥാനത്തിലൂടെ വിജയിക്കാൻ സാധിക്കട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സിനിമത്തിന് വളരെ സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. RCM എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ജയാസിൻ, താങ്ക് യു. സിനിമ മാഡം, ഓവർ ടു യു.